പരിശുദ്ധ ഭക്തന്മാരൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെ. അതേപോലെ തന്നെ നാരദ മുനിയുടെ പൂർവ്വജന്മത്തിൽ ദാസ്യപുത്രനായ ആ കുട്ടി അവിടെ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ധ്യാനിക്കാനായിട്ട് വനത്തിലേക്ക് പോകുകയുണ്ടായി അല്ലെ. അവിടെ വടക്ക് ദിശാന്മുഖമായി പ്രയാണം ആരംഭിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ. ഹരേ കൃഷ്ണ. കേൾക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്നത്? ചെറിയ നെറ്റ്വർക്കിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. കേൾക്കാലോ അല്ലെ? ആരും അൺമ്യൂട്ട് ചെയ്തു? ഹരേ കൃഷ്ണ. എന്തോ പ്രശ്നമുണ്ട്, ചാറ്റിൽ ഇട്ടാൽ മതി. ചെറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. നമുക്കപ്പോ ഇന്ന് 11ാമത്തെ ശ്ലോകമാണ് തുടങ്ങേണ്ടത്. അപ്പോ ആ കുട്ടി സഞ്ചരിക്കുന്ന വഴികളെ കുറിച്ചൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാൻ ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ യേടഗർവടവാടിശ വനാനുപവനാനി ച. സ്പിതാം ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ യേടഗർവടവാടിശ വനാനുപവനാനി ച. സ്പിതാൻ ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ യേടഗർവടവാടിശ വനാനുപവനാനി ച. നമുക്ക് പറ്റുമെങ്കിൽ 3 ശ്ലോകങ്ങൾ എടുക്കാം. കുറച്ച് ആൾക്കാർക്കായിട്ട് ഓരോരോ ശ്ലോകങ്ങൾ ചൊല്ലാം. എല്ലാവർക്കും കൂടി ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാം ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ യേടഗർവടവാടിശ വനാനുപവനാനി ച. പിതാം ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ യേടഗർവടവാടിശ വനാനുപവനാനി ച. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളൂ. അപ്പൊ കുറച്ച് ശ്ലോകങ്ങളായിട്ട് ചൊല്ലാം. അടുത്ത ശ്ലോകം കുറച്ച് ആൾക്കാർ ചൊല്ലിക്കൊള്ളൂ. ഈ ശ്ലോകവും കുറച്ച് ആൾക്കാർ. സ്വർണ്ണപ്രഭ മാതാജി ഹരേ കൃഷ്ണ ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. പിതാൻ ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേടഖർവടവാടീച്ച വനാനുപവനാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മിനി മാതാജി ഹരേ കൃഷ്ണ ചൊല്ലിക്കൊള്ളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്ഫിതാൻ ജനപദാം തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേടഗർവടവാടിശ്ച
വനാന്യുപവനാനി ച. ഹരേ കൃഷ്ണ. കൃഷ്ണ. മല്ലിക മാതാജി, ഹരേ കൃഷ്ണ മാതാജി, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. വ്രജാകരാൻ വനാന്യുപവനാനി ച. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വിതാൻ ജനപദാംസ്തത്ര പുരഗ്രാമവൃജാകരാൻ ഖേടകർവടവാടീശ്ച വനാന്യുപപവാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനിതകുമാരി മാതാജി, ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വിതാൻ ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേടകർവടവാടിശ്ച വനാനുപവാനാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സിന്ധു മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്തിഫാൻ ജനപദാം സത്ര പുരാഗ്രാമവ്രജാകരാൻ ഗേഡഗർവടവാടിശ്ച വനാനുപവനാനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. ആരും കൈ താഴ്ത്തണ്ട. അടുത്ത 2 ശ്ലോകങ്ങളുണ്ട്, അപ്പൊ അത് ചൊല്ലാം കേട്ടോ. ഹരേ കൃഷ്ണ. നമുക്ക് ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം നോക്കാം. സ്പിതാൻ അധികമായി അഭിവൃദ്ധിപ്പെടുന്നു. ജനപദാൻ രാജധാനികൾ, തത്ര അവിടെ, പുര പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, പ്രജ വിപുലമായ കളങ്ങൾ, ആകരാൻ ഖനികൾ, ഗേദ കൃഷിനിലങ്ങൾ, ഗർവത താഴ്വരകൾ, വാടിഹി പൂന്തോട്ടങ്ങൾ, ച വനാനി വനങ്ങൾ, ഉപവനാനി ഉപവനങ്ങൾ, ച പ്രയാണമാർഗേ വിവർത്തനം പ്രപാദിക്ക്. പ്രയാണമാർഗേ ഞാൻ നിരവധി നഗരങ്ങൾ, ഗ്രാമങ്ങൾ, മൃഗങ്ങൾ, ഖനികൾ, കൃഷിനിലങ്ങൾ, താഴ്വരങ്ങൾ, പൂന്തോട്ടങ്ങൾ, വനങ്ങൾ, ഉപവനങ്ങൾ എന്നിവ തരണം ചെയ്തു. ഭാവാർത്ഥം ശ്രീല പ്രപാദിക്ക്. കൃഷി, ഖനനം, മൃഗപരിപാലനം, വ്യവസായം, പൂന്തോട്ടം തുടങ്ങിയവയിലൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ള അതേ തോതിൽ വർത്തമാന സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നു. മാത്രവുമല്ല, പുനർസൃഷ്ടിയിലും ഇതേ പ്രവർത്തനങ്ങൾ ഇതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പ്രകൃതി നിയമത്താൽ ഒരു സൃഷ്ടി സംഭവ്യമാകുന്നു. ഇതേ പ്രകാരത്തിൽ പ്രപഞ്ച ചരിത്രം പ്രായോഗികമായി ആവർത്തിക്കപ്പെടുന്നു. ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ ആവശ്യകതകളെ അന്വേഷിക്കാത്ത ലൗകികവാദികൾ പുരാവസ്തു ഗണനങ്ങളിൽ സമയം പാഴാക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പ്രചോദനായ ശേഷം ശ്രീ നാരദമുനി പിഞ്ചുബാലനായിരുന്നിട്ട് പോലും നഗരങ്ങളും ഗ്രാമങ്ങളും ഖനികളും വ്യവസായശാലകളും ഒക്കെ സന്ദർശിച്ചുവെങ്കിൽ തന്നെയും സാമ്പത്തിക പുരോഗതിക്കായി ഒറ്റ നിമിഷം പോലും പാഴാക്കിയില്ല. പുരോഗമനപരമായ ആത്മീയ സ്വതന്ത്രാവസ്ഥയിലേക്ക് അദ്ദേഹം അവിരാമം അവിഛിന്നമായി പ്രവർത്തിച്ചു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്ര ആവർത്തനമാണ് ശ്രീമദ് ഭാഗവതം ഇതിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ഈ അതീന്ദ്രിയ സാഹിത്യത്തിൽ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള സംഭവങ്ങളെ മാത്രമേ ശേഖരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രഭുപാദിക്ക് 12ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിപഭഗ്നഭുജദ്രുമാൻ ജലാശയാഞ്ചിവച
നളിനി സുരസേവിതാ ചിത്രസ്വനൈ പത്രഹൃദൈർ വിഭ്രമഭ്രമരശ്രിയാ ചിത്രധാതു വിചിത്രാത്രീ നിഭഭഗ്നഭുജദ്രുമാൻ ജലാശയാശിവജലാ നളിനി സുരസേവിതാ ചിത്രസേനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയാ ചിത്രധാതു വിചിത്രാത്രീ നിഭഭഗ്നഭുജദ്രുമാൻ ജലാശയശിവജലാ നളിനി സുരസേവിതാ ചിത്രസേനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയാ. നേരത്തെ ചൊല്ലാത്തവര് ഈ ശ്ലോകം ചൊല്ലിക്കോളൂ. ശോഭ പ്രദീപ് മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രാദീനി നിഭഗ്നഭുജദ്രുമാൻ ജലാശയജ്ഞ ശിവജാലൻ. പ്രഭുജി സ്ക്രീൻ വലുതാക്കാൻ പറ്റുമോ? ചെയ്യുന്നുണ്ട്. കാണാലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിഭഗ്നഭുജദ്രുമാൻ ജലാശയജ്ഞ ജീവ ജലനാളിനി സുരസേവിതാ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീജ വിജയ മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിഭഗ്നഭുജദ്രുമാൻ ജലാശാഞ്ചിവ ജലാനളിനീം സുരസേവിതാഃ ചിത്രസൈന പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അനിത കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദീൻ ഇഭഗ്നഭുജദ്രുമാൻ ജലാശയാഞ്ചിവ ജലാൻ നളിനീ സുരസേവിതാഃ ചിത്രസ്വനൈ പത്രരഥൈഃ വിഭ്രമഭ്രമരശ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. തങ്കമണി മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിഭഗ്നഭുജദ്രുമാൻ ജലാശയ ജീവജലാനളിനീ സുരസേവിതാഃ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാലതി മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിഭഗ്നഭുജദ്രുമാൻ ജലാശയാഞ്ചിവ ജലാൻ നളിനീ സുരസേവിതാ ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. സതിദേവി അമ്മ മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദ്രി നിഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിതാഃ ചിത്രസോനൈ പത്രരഥൈർ വിഭ്രമഭ്രമരശ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി അമ്മ മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്ര അദ്രിനിഭഗ്നഭുജദ്രുമാൻ ജലാശയാഞ്ച വിജലാസനളിനീ സുരസേവിതാഃ ചിത്രസ്വനൈ പത്രരഥൈ വിഭ്രമഭ്രമരശ്രിയാ. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ മാതാജി. നമുക്കിനി അടുത്തൊരു ശ്ലോകം കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം നോക്കാം. ചിത്രധാതു, സ്വർണം, വെള്ളി, ചെമ്പ് പോലെയുള്ള മൂല്യമുള്ള ധാതുക്കൾ. വിചിത്ര, ബഹുവർണ്ണ സമ്പൂർണമായ. അദ്രിൻ, കുന്നുകളും പർവ്വതങ്ങളും. ഇവ ഭഗ്ന, അതിസ്ഥൂലമായ ഗജങ്ങളാൽ തകർക്കപ്പെട്ടു. ഭുജ, ശാഖകൾ. ദ്രുമാൻ, വൃക്ഷങ്ങൾ. ജലാശയാൻ, ശിവ, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന. ജലാൻ, ജലസംഭരണികൾ. നളിനീഹി, താമരപ്പൂക്കൾ. സുരസേവിത, സ്വർഗവാസികളിൽ അഭിലഷിക്കപ്പെടുന്ന. ചിത്രസേനൈ, ഹൃദയഹാരിയായ. പത്രരഥൈ, പക്ഷികളാൽ. വിഭ്രമത്, അമ്പരപ്പിക്കുന്ന. ഭ്രമര ശ്രിയ, ആൺ തേനീച്ചകളാൽ അലങ്കരിക്കപ്പെട്ടു. വർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ ധാതുക്കളാൽ സമ്പൂർണങ്ങളായ ഖനികളുള്ള മലകളിലൂടെയും പർവ്വതങ്ങളിലൂടെയും സ്വർഗവാസികൾക്ക് യോഗ്യമായ വിധം ഹൃദയഹാരിയായി ആലാപനം ചെയ്യുന്ന പക്ഷികളാലും വിഫലമായ തേനീച്ചകളാലും അലങ്കൃതമായ മനോഹരമായ താമരപ്പൂക്കളാൽ സമൃദ്ധമായ ജലാശയ സമ്പൂർണമായ ഭാഗങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു. ദാസിപുത്രനായിട്ടുള്ള ആ കുട്ടി പോകുന്ന വഴികളെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് അല്ലെ. ഓരോരോ സ്ഥലങ്ങളും കടന്നു പോകുന്നതിനെ കുറിച്ച്. 13ാമത്തെ ശ്ലോകം കൂടി നമുക്ക് എടുക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻബാ കുശകീചകഗഹ്വരം ഏക ഏവാദിയാദോഹ അത്രാശം വിപിനം മഹൽ ഘോരം പ്രതിഭയാകാരം വ്യാളാലുക ശിവാചിരം. നളവേണു ശരസ്തൻബാ കുശകീചകഗഹ്വരം ഏക ഏവാദിയാദോഹ മദ്രാശം വിപിനം മഹൽ ഘോരം പ്രതിഭയാകാരം വ്യാളോലുക ശിവാചിരം. നളവേണുശരസ്തൻബാ കുശകീചകഗഹ്വരം ഏക ഏവാദിയാദോഹ മദ്രാശം വിഹീനം മഹൽ ഘോരം പ്രതിഭയാകാരം വ്യാളോലുക ശിവാചിരം. നേരത്തെ ചൊല്ലാം, ബാക്കിയുള്ളവരൊക്കെ ചൊല്ലിക്കൊടുത്തു. ബിന്ദു ഭവാനി അമ്മ മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻ ബഹുശകീചകഗഹ്വരം ഏക ഏവാദിയാദോഹ മദ്രാക്ഷം വിപിനം മഹൽ ഘോരം പ്രതിഭയാഹാരം വ്യാളോലുക ശിവാചിരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. വിശാലാക്ഷി മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻബാ കുശകീചകഗഹ്വരം ഏക ഏവാദിയാദോഹ മദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാളോലുക ശിവാചിരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശാരദാജി നമ്പൂതിരി മാതാജി, ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കൊള്ളു. കേൾക്കാമോ പ്രഭുജി? കേൾക്കാം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻബാ കുശകീച ഗഹ്വരം ഏക ഏവാദിയാദോഹ മദ്രാശം വിപിനം മഹൽ ഘോരം പ്രതിഭയാകാരം വ്യാളോലുക ശിവാചിരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. രാജി മാതാജി, ഹരേ കൃഷ്ണ മാതാജി.
प्रपद्ये। ॐ नमो भगवते वासुदेवाय नलवेणु शरदन्वा कुशकी जगगह्वरम् एक एवादियदोहा अहमद्रोष विपिनं महल् घोरं प्रतिभयाकारं व्याळोरुकशिवाजिरम्। हरे कृष्ण। हरे कृष्ण माताजी। वत्सला गोपाल माताजी हरे कृष्ण माताजी चलिए। हरे कृष्ण प्रभुजी। ओम नमो भगवते वासुदेवाय नलवेणु शरस्तन्वा कुशगी जगबह्वरम् एक एवादियादोह मद्राशं विपिनं महल् घोरं प्रतिभयाकारं व्याळोलुक शिवाजिरम्। हरे कृष्ण। हरे कृष्ण माताजी। सीतारामन माताजी हरे कृष्ण माताजी चलिए। हरे कृष्ण प्रभु जी। हाँ चलिए। ओम नमो भगवते वासुदेवाय नलवेणु शरस्तन्वा कुशगी जगह्वरम् एक एवादियायेयमद्रक्माक्ष विपिनं महल् घोरं प्रतिभयाकरं व्याळेलुक शिवाचिरम्। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। हरे कृष्ण मल्लिका रमेश माताजी हरे कृष्ण माताजी चलिए। हरे हरे कृष्ण। ओम नमो भगवते वासुदेवाय नलवेणु सरस्तन बहुसगीचरम् एक एवादियरु अहरद्राक्षं विभिन्नं महल् घोरं प्रतिभयाकारं व्यालोलित शिवाचिरम्। हरे कृष्ण। हरे कृष्ण माताजी। ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം നോക്കാം. നള പക്ഷികളുടെ പൂജനങ്ങൾ അഥവാ ശബ്ദങ്ങൾ. വേണുമുള തര മൃഗങ്ങളെ സൂക്ഷിക്കാനുള്ള ചെറുകളങ്ങൾ. തൻവ പൂർണ്ണമായും. കുശ കൂർത്ത പുല്ലി. കീചക കാട്ടുപുല്ലി അഥവാ പാച്ചടി. ഗഹ്വരം ഗുഹകൾ. ഏകഹ ഏകനായി. ഏവ മാത്രം. അതിയാത സഞ്ചരിക്കാൻ പ്രയാസമുള്ള. അഹം ഞാൻ. അദ്രാഷം സന്ദർശിച്ചു. വിപിനം കൊടും വനങ്ങൾ. മഹൽ മഹത്തായ. ഘോരം ഭയാനകമായ. പ്രതിഭയ ആകാരം ആപത്കരമായി. വ്യാള സർപ്പങ്ങൾ. ഊലുക മൂങ്ങകൾ. ശിവ ജംബുകന്മാർ. അജിരം വിളയാട്ട് കേന്ദ്രം. വർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദയ്ക്ക് ജയ്. അനന്തരം മുളങ്കൂട്ടങ്ങൾ, ഈറകൾ, കോരപ്പുല്ലി, കുശപ്പുല്ലി, കൂർത്ത പുല്ലി, കാട്ടുചെടികൾ, പാച്ചെടികൾ, ഗുഹകൾ എന്നിവയാൽ സമൃദ്ധമായതും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഏറെ പ്രയാസമേറിയതുമായ നിരവധി വനങ്ങളിലൂടെ ഏകനായി ഞാൻ സഞ്ചരിച്ചു. സർപ്പങ്ങളുടെയും മൂങ്ങകളുടെയും ജംബുകന്മാരുടെയും വിഹാര കേന്ദ്രവും നിഗൂഢവും അന്ധകാരപൂർണവും ആപൽക്കരമാം വിധം ഭയാനകവുമായ വനങ്ങളും ഞാൻ സന്ദർശിച്ചു. ഭാവാർത്ഥം ശിലപ്രഭുപാദയ്ക്ക് ജയ്. ഭഗവാനിലുള്ള വിശ്വാസവും മനോധൈര്യവും ആർജിക്കാനായി വനങ്ങൾ, മലകൾ, നഗരങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങിയവയിലൂടെ ഏകനായി സഞ്ചരിച്ച് ഭഗവത് സൃഷ്ടിയുടെ സർവ്വവിധ വൈവിധ്യങ്ങളും അറിയുകയും അതുപോലെ തന്നെ ഭഗവത് സന്ദേശങ്ങളാൽ നിവാസികളെ പ്രബുദ്ധരാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഭിക്ഷാന്തേഹിയുടെ പരിവ്രാജക ആചാര്യന്റെ കർത്തവ്യമാകുന്നു. നിർഭയനായി ഈ സർവ്വവിധ ആപത് സാധ്യതകളെയും സ്വീകരിക്കാൻ ഒരു സന്യാസി കർത്തവ്യബദ്ധനാണ്. വർത്തമാന യുഗത്തിലെ ശ്രേഷ്ഠ മാതൃകാ സന്യാസി ശ്രീ ചൈതന്യ മഹാപ്രഭുവാകുന്നു. അദ്ദേഹം അതേ പ്രകാരത്തിൽ കടുവകൾ, കരടികൾ, നാഗങ്ങൾ, മാനുകൾ, ഗജങ്ങൾ, മറ്റനേകം കാട്ടുമൃഗങ്ങൾ എന്നിവയെ പോലും പ്രബുദ്ധരാക്കിക്കൊണ്ട് മധ്യഭാരതത്തിലെ വനങ്ങളിലൂടെ സഞ്ചരിച്ചു. ഈ കലിയുഗത്തിൽ സന്യാസം സാധാരണ ജനങ്ങൾക്ക് നിരുദ്ധമാണ്. പ്രശസ്തിക്ക് വേണ്ടി തന്റെ വസ്ത്രം മാറ്റുന്ന ഒരാൾ യഥാർത്ഥ ഉത്തമ സന്യാസിയിൽ നിന്ന് വ്യത്യസ്തനാണ്. എങ്കിലും പരിപൂർണമായി സാമൂഹ്യ സംസർഗം വർജിക്കുമെന്നും ഭഗവത് സേവനത്തിനായി സമ്പൂർണ്ണ ജീവിതവും സമർപ്പിക്കുമെന്നും ശപഥമെടുക്കണം. വസ്ത്രമാറ്റം ഔപചാരികത്വം മാത്രമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു
സന്യാസ നാമം സ്വീകരിച്ചില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടികളെ പിന്തുടർന്ന് ഈ കലികത്തിൽ സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്നവർ അവരുടെ പൂർവോക്തമായ നാമങ്ങൾ മാറ്റുന്നില്ല. ഈ യുഗത്തിൽ ഭഗവത് നാമം ശ്രവിക്കും ഭഗവാന്റെ ദിവ്യ മഹാത്മ്യങ്ങളെ നിരന്തരം ആവർത്തിക്കേണ്ടതുമായ ഭക്തിത സേവനത്തെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. കുടുംബജീവിത പരിത്യാഗ ശപഥമെടുത്ത ഒരാൾ നാരദനെയോ അല്ലെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പോലുള്ള പരിവ്രാജക ആചാര്യനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പവിത്രമായ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉപവിഷ്ടനായി വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാരെ പോലുള്ള മഹാ ആചാര്യന്മാരാൽ പ്രദാനം ചെയ്യപ്പെട്ട ദിവ്യ ധർമ്മശാസ്ത്രങ്ങളെ ആവർത്തിച്ച് ഉരുവിടുന്നതിനും ശ്രവിക്കുന്നതിനുമായി അവർ മുഴുവൻ സമയവും ഊർജവും സമർപ്പിക്കണം. പ്രഭുപാദിക്കില്ലേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭക്തിത്വമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാശിപുത്രനായിരിക്കുന്ന ആ കുട്ടി സഞ്ചരിക്കുന്ന വഴികളെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ വിവരിക്കുന്നത് അല്ലെ. പറയുന്നു ആ പോകുന്ന വഴികളിൽ നഗരങ്ങളും ഗ്രാമങ്ങളും മൃഗങ്ങളും ഖനികളും കൃഷിനിലങ്ങളും താഴ്വരങ്ങളും പൂന്തോട്ടങ്ങളും വനങ്ങളും ഉപവനങ്ങളും ഒക്കെ തരണം ചെയ്തു. ഇവിടെ പ്രഭുപാദരി ഭാവാർത്ഥത്തിൽ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിയും ഖനനവും മൃഗപരിപാലനവും വ്യവസായവും ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു അല്ലെ. ശ്രീമദ് ഭാഗവതം 5000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അല്ലെ. അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോ എന്താണ് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല അല്ലെ. എല്ലാം ഇവിടെ ഇപ്പോഴും നടക്കുന്ന അതേപോലെ തന്നെ കൃഷിയും മറ്റുള്ള മൃഗപരിപാലന വ്യവസായമൊക്കെ അല്ലെ. എന്നാൽ ഇന്ന് കൃഷിയും മൃഗപരിപാലനമൊക്കെ കുറഞ്ഞ അല്ലെ. പശുക്കളൊക്കെ സംരക്ഷിക്കുക, അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഗോസംരക്ഷണം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ളവരും ഭഗവാന് പ്രിയപ്പെട്ട, പശുക്കളും ഭഗവാന് പ്രിയപ്പെട്ട, പശുക്കളെ സംരക്ഷിക്കുന്നവരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടി നാരദമുനി പൂർവ്വജന്മത്തിൽ ഒരു പിഞ്ചു ബാലനായിരുന്നിട്ടും എല്ലാം ഇതൊക്കെ തരണം ചെയ്തിട്ട് പോവുകയുണ്ടായി അല്ലെ. എവിടേക്കാണ് ലക്ഷ്യം? ഭഗവാനെ ധ്യാനിക്കുക അല്ലെ. കാട്ടിലേക്ക് പോയിട്ട് ഭഗവാനെ, അപ്പൊ വനത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പഴയകാലത്ത് വൃന്ദാവനത്തിലാണ് പോവുക എല്ലാവരും ഭഗവാനെ ധ്യാനിക്കാനായിട്ട്. ധ്രുവ മഹാരാജാവും മറ്റുള്ള അംബരീഷ് മഹാരാജാവ് അവരൊക്കെ ഉദ്ധവരി ഇവരൊക്കെ വൃന്ദാവനത്തിലാണ് ഭഗവാനെ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വനത്തിലേക്ക് പോവുകയാണ്. എല്ലാറ്റിനെയും നഗരവും ഗ്രാമവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പിന്നിട്ടിട്ടാണ് അല്ലെ. വളരെ സുന്ദരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. താമരയൊക്കെ വിരിഞ്ഞിട്ടുള്ള ആ തടാകങ്ങൾ ഇതൊക്കെ അല്ലെ. എന്നാൽ അവിടെയൊന്നും നമ്മളൊക്കെ എന്താണ് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് പോകുന്നതാണ് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കും അല്ലെ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ആകർഷിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിലെ ആകർഷിച്ചാവും അല്ലെ. പിന്നെന്താണ് ഈ കുട്ടി ദരിദ്രനായിട്ടാണ് വളർന്നത് അല്ലെ. എന്നാലും മറ്റുള്ള വസ്തുക്കളൊക്കെ അദ്ദേഹത്തിന് ഭൗതികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാം. അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അല്ലെ. വ്യവസായശാലകളും മറ്റുള്ള നഗരങ്ങളും അങ്ങനെയുള്ള എല്ലാം കൊണ്ടും എന്താണ് ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടും ആ കുട്ടി അതില് ആകർഷണമായില്ല അല്ലെ. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭഗവാനെ ധ്യാനിക്കും അല്ലെ. ഭഗവാന്റെ ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു ലക്ഷ്യത്തിനായിട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കടന്നിട്ടും പോയിട്ടുള്ളത് അല്ലെ. ഇവിടെ പറയുന്നു ഒറ്റയ്ക്ക് പോവാൻ പ്രയാസമായിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് മുളങ്കൂട്ടങ്ങളും ഈറകളും ഓരപ്പുല്ല്, കുച്ചപ്പുല്ല്, കൂർത്തപ്പുല്ല്, കാട്ടുചെടികള്, പാഴ്ചെടികള്, ഗുഹകൾ എന്നിവയാൽ സമൃദ്ധമായത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഏറെ പ്രയാസമേറിയതുമായ നിരവധി വനങ്ങളിലൂടെ ഏകനായി ഞാൻ സഞ്ചരിച്ചു.
സർപ്പങ്ങളുടെയും മൂങ്ങകളുടെയും ജംബുകന്മാരുടെയും വിഹാര കേന്ദ്രവും നിഗൂഢവും അന്ധകാരപൂർണവും ആവൽക്കരമാംവിധം ഭയാനകവുമായ വനങ്ങളും ഞാൻ സന്ദർശിച്ചു. ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ, വലിയ ആൾക്കാർക്ക് തന്നെ പോകാൻ കഴിയില്ല. അപ്പൊ ഈ ചെറിയ 5 വയസ്സായിരിക്കുന്ന കുട്ടി ഇതൊക്കെ പിന്നിട്ട് പോവുകയുണ്ടായി. എല്ലാം എന്താണ് ആ ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ടാവും കാട്ടിലല്ലേ, വിഷപ്പാമ്പുകൾ അങ്ങനെയുള്ള അതിനെയൊക്കെ തരണം ചെയ്തിട്ട് കുട്ടി പോവാനായിട്ട് തുടങ്ങിയെന്ന് പറയുന്നത് ആരുടേതാണ്? നാരദമുനിയുടെ പൂർവ്വജന്മമാണ് അല്ലെ. നാരദമുനി ഒരിക്കലും ധ്രുവ മഹാരാജാവിനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായി അല്ലെ. നീ ഇപ്പോഴും ഇത്ര ചെറിയ പ്രായത്തിൽ കാട്ടിലേക്ക് പോകരുത് അല്ലെ, അവിടെ വന്യമൃഗങ്ങളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ ധ്രുവ മഹാരാജാവ് ഉറച്ച തീരുമാനത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഈ നാരദമുനിയുടെ പൂർവ്വജന്മത്തെ കുറിച്ചാണ് നാരദമുനി ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും നിശ്ചയദാർഢ്യം, അത്രയും എന്താണ് ആചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ കാണണം എന്നുള്ള ആ ആഗ്രഹം അല്ലെ. നമ്മൾ ഇനി വരുന്ന മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും ശ്ലോകങ്ങൾ. ഭഗവാന്റെ ദർശനം ലഭിക്കുന്നുണ്ട് ആ കുട്ടിക്ക്, ദാസ്യപുത്രനായിട്ടുള്ള കുട്ടിക്ക്. ഇവിടെ പ്രഭുപാദരി അതിന്റെ ഭാവാർത്ഥത്തില് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നല്ലേ. ചൈതന്യ മഹാപ്രഭു എന്താണ് ഭഗവാൻ തന്നെയാണ് അല്ലെ. സന്യാസ വേഷം ധരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? മറ്റുള്ളവരൊക്കെ അന്നത്തെ കാലത്ത് മായാവാദി സന്യാസമായിരുന്നു. ഭഗവാനെ രൂപമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ബ്രഹ്മത്തെ മാത്രം ആരാധിക്കുന്ന രീതിയിലുള്ള മായാവാദികളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ആ മായാവാദികളൊക്കെ തിരിച്ച് ഭഗവാന്റെ ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഒരു മായാവാദി സന്യാസിയിൽ നിന്ന് തന്നെ സന്യാസമൊക്കെ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ എങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ അവരൊക്കെ പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 60,000-ഓളം ശിഷ്യന്മാർ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരെയൊക്കെ ചൈതന്യ മഹാപ്രഭു കൃഷ്ണാഭവത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അവർക്കൊക്കെ ഭഗവാന് രൂപമുണ്ട്, ഭഗവാനെ സച്ചിദാനന്ദമയമായിട്ടുള്ള രൂപമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് കൃഷ്ണാബോധം നൽകാനായിട്ട് ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചത് ആ മായാവാദികളിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിക്കുന്നുണ്ടായി അല്ലെ. നമ്മൾ പ്രഭുപാദരെ മുന്നേയുള്ള ഒരു പാർട്ടിലെ പ്രഭുപാദരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമുക്ക് ചിലപ്പോൾ കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെ. അപ്പൊ ചൈതന്യ മഹാപ്രഭു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പോ എങ്കിലും ആ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് സന്യാസം സ്വീകരിക്കുന്നുണ്ടായി അല്ലെ. അപ്പൊ പ്രഭുപാദര് പറയുന്നു എന്താണ്, ഇന്നത്തെ കാലത്ത് സന്യാസം അല്ലെ, അത് നമ്മൾ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെയും ഒന്നും അങ്ങനെ എന്താണ് അതേപോലെ നമ്മൾ അനുകരിക്കണ്ട എന്ന് ഇവിടെ പറയുന്നു അല്ലെ. നമ്മളെ വസ്ത്രമല്ല പ്രധാനം അല്ലെ, നമ്മള് കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക അല്ലെ. ഷഡ്ഗോസ്വാമിമാർ, പ്രത്യേകിച്ച് രൂപഗോസ്വാമി അല്ലെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച രൂപഗോസ്വാമിയുടെ കുറച്ച് ദിവസം മുന്നേ രൂപഗോസ്വാമിയുടെ തിരോധാനവും ഭഗവാന്റെ നിത്യലീലയിലേക്ക് തിരിച്ചു പോയതിന്റെ ലീലകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷഡ് ഗോസ്വാമിമാർ, 6 ഗോസ്വാമിമാർ, അവര് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് അല്ലെ. അവർക്ക് എന്താണ് ഇത്രയും അറിവ്? അവരൊക്കെ ഭഗവാന്റെ നിത്യലീലയിലുള്ളവരായിരുന്നു അല്ലെ. അവരൊക്കെ മഞ്ചരിമാരായിരുന്നു. അപ്പൊ അവരൊക്കെ ധാരാളം കാര്യങ്ങൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ വളരെ എളുപ്പമാക്കി തന്നു. പ്രഭുപാദർ എന്താ ചെയ്തത്? അതൊക്കെ നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും പ്രഭുപാദർ ഓരോരോ ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൊക്കെ ആ രൂപഗോസ്വാമിയുടെ ഒക്കെ ഉപദേശങ്ങളൊക്കെ നമുക്ക് ഓരോരോ ഭഗവത്ഗീതയുടെ ഒക്കെ ഇടയിലായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുകൂടാതെ തന്നെ രൂപഗോസ്വാമിയുടെ ആ ഭക്തിരസാമൃത സിന്ധു അല്ലെ, പിന്നെ ഉപദേശാമൃതം, ഇതൊക്കെ നമുക്ക് പ്രഭുപാദര് വിവർത്തനം ചെയ്ത് തരികയുണ്ടായി അല്ലെ. അപ്പോ അങ്ങനെയുള്ള എന്താണ് സന്യാസ വേഷം ഇടുന്നതിലും പ്രധാനം ഇങ്ങനെയുള്ള അവരുടെ ഗോസ്വാമിമാരൊക്കെ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളും അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ വസ്ത്രത്തിലല്ല പ്രാധാന്യമെന്ന് ഇവിടെ പറയുന്നു.
പിന്നീട് ഇവിടെ എന്താണ് ആ പക്ഷികളും കടുവകളും കരടികളും മാനുകളും ഗജങ്ങളും ഇതൊക്കെ ചൈതന്യ മഹാപ്രഭു സഞ്ചരിക്കുന്ന ആ സമയത്ത്, വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആ സമയത്ത് അവിടെയുള്ള എല്ലാ മാനുകളും മയിലുകളും മറ്റുള്ള പക്ഷിമൃഗാദികളും ഇവരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കീർത്തനത്തിന്റെ കൂടെ ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് നൃത്തം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരു കീർത്തനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അത് അതിൻ്റെ അത് വളരെ മനോഹരമായിട്ട് പറയുന്നു. കീർത്തനം അതിന്റെ വരികൾ ഇങ്ങനെയാണ്, ഞാൻ പറയാം, എനിക്ക് ചൊല്ലാനും അത്ര അറിയാം. ഡുലേ ഡുലേ ഗൗരാചാൻ ഹരി ഗുണഗായ് അശിയ വൃന്ദാവനെ നച്ചേ ഗൗരരാൻ. ഡുലേ ഡുലേ ഗൗരാചാൻ ഹരി ഗുണഗായ് അശിയ വൃന്ദാവനെ നച്ചേ ഗൗരരാൻ. വൃന്ദാവനെ താരുലതാ प्रेमे कोई हारी कदा निगुंजेर पशी गोली हरि नाम सुनाय. गौरा बोले हारी हारी, हरि बोले हारी हारी, मुके मुके शुक शारी हरि नाम गाई. हरि नाम मत्ता हुए हरि नाम आशीषे दिए, मयूर मयूरी प्रेमी नचिया गेलाय. प्राणे हरि ध्याने हरि, हरि बोले बदन बोरी, हरि नाम गए गए रासे गले जाय. आशिया जमुनार कूले नाचे हरि हरि बोले, जमुना उत्तोलो इसे शरणा दोये. दुले डूले गौराचान हरि गुण गाय अशिया വൃന്ദാവനി നച്ചേ ഗുരരായ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ചൈതന്യ മഹാപ്രഭു ആ വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുമ്പോൾ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടേയാണ് നൃത്തം ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടെയുള്ള ആ കാടുകളിലുള്ള എല്ലാ പക്ഷിമൃഗാദികളും ഇതൊക്കെ നൃത്തം ചെയ്യുകയുണ്ടായി. അവരൊക്കെ നൃത്തം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും പാടിയും കൊണ്ട് ഹരിയുടെ മഹത്വം പാടുകയുണ്ടായി. ചന്ദ്രസമാനായ ഗൗരചന്ദ്ര വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ ആ വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളെ അലങ്കരിക്കുന്ന വള്ളിച്ചെടികൾ ഉന്മത്തമായ സ്നേഹത്താൽ മതിമറന്നു അവർ ഹരിയുടെ മഹത്വങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ വസിക്കുന്ന പക്ഷികളൊക്കെ ഭഗവാൻ ഹരിയുടെ നാമം ആലപിക്കുന്നു. ഗൗര ഭഗവാൻ പറയുന്നു ഹരി ഹരി. ഒരു പെൺതത്ത പ്രതികരിക്കുന്നു, ശാരി, പെൺതത്തെ ശാരി, ശാരി ഹരിഹരി എന്ന് പറയും അല്ലെ. മറ്റുള്ള ആന്തത്ത ശുകയും പറയുന്നു ഹരിഹരി. അങ്ങനെ അവരൊക്കെ ഭഗവാന്റെ തിരുനാമം ഉച്ചത്തിൽ പാടുന്നു. പിന്നെ വിശുദ്ധ നാമത്തിന്റെ ലഹരിയിൽ മാൻ കാട്ടിൽ നിന്ന് മുന്നോട്ട് വരുന്നു. മയിലുകളൊക്കെ ആഹ്ലാദപരമായിട്ട് നൃത്തം ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ ഹരി എല്ലാവരുടെ ഹൃദയത്തിലാണ്. ഭഗവാൻ ഹരി ധ്യാനത്തിലാണ്. അവൻ എപ്പോഴും തന്റെ ശബ്ദം കൊണ്ട് ഹരിയുടെ നാമം എല്ലായിടത്തും എത്തിക്കുന്നു. ഗൗരചന്ദ്ര ഉന്മേഷദായകമായ സ്വരമാതിരികളാൽ മത്തുപിടിച്ച് ഹരിനാമം പാടിക്കൊണ്ടും ആലപിച്ചുകൊണ്ടും നിലത്ത് വീണിട്ട് ഉരുളാൻ തുടങ്ങി. യമുന നദിയുടെ തീരത്തെത്തിയ അദ്ദേഹം ഹരി എന്ന് ജപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയുണ്ടായി. യമുന മാതാവ് ഗൗര ഭഗവാന്റെ പാദങ്ങൾ കഴുകാൻ എഴുന്നേറ്റു. അപ്പോ എല്ലാറ്റിനെയും എല്ലാ പക്ഷിമൃഗാദികളും ഒക്കെ നൃത്തം ചെയ്തു എന്ന്. അപ്പോ എല്ലാം എന്താണ്, ആ ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങൾ പോലും ആ ശത്രുത മറന്നിട്ട് മാനും കരടിയും ഒക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കീർത്തനത്തിന്റെ കൂടെ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ ഈ പ്രസ്ഥാനം തന്നെ ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കലാണ് അല്ലെ, ഭഗവാന്റെ തിരുനാമം
പ്രചരിപ്പിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. ചൈതന്യ മഹാപ്രഭുവിന് ആ പക്ഷിമൃഗാദികളെ കൊണ്ടൊക്കെ നൃത്തം ചെയ്യിക്കാനായിട്ട് സാധിച്ചു അല്ലെ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്താണ് ആ മനുഷ്യന്മാരെ കൊണ്ടെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിപ്പിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. നൃത്തം ചെയ്യിക്കാനൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിപ്പിക്കാനെങ്കിലും അല്ലെ, ഭഗവാന്റെ തിരുനാമത്തിന്റെ കൂടെ നൃത്തം ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, നമ്മൾ 2 കൈകൾ ഉയർത്തിയിട്ട് ഹരിഹരി എന്ന് പറഞ്ഞിട്ട് നൃത്തം ചെയ്യുമ്പോൾ മുകളിലുള്ള ലോകങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ പാദങ്ങൾ ഭൂമിയിൽ വെച്ച് നൃത്തം ചെയ്യുമ്പോൾ ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ 14 ലോകങ്ങളൊക്കെ പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ മുകളിലേക്ക് കൈകൾ ഉയർത്തി വരുമ്പോൾ മുകളിലുള്ള ഉപരിലോകങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. താഴെ നമ്മൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ താഴെയുള്ള ലോകങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ചുറ്റിലും നോക്കി നൃത്തം ചെയ്യുമ്പോൾ ആ ചുറ്റിലും ഉള്ളവരും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ ഹരിനാമത്തിന് അത്രയും പ്രാധാന്യമുണ്ടല്ലേ. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭു അങ്ങനെ എല്ലാവരെ കൊണ്ട് നൃത്തം ചെയ്യും. എല്ലാവരും ഹരി ഹരി ശുഗ ശാരി എന്നുള്ള തത്വങ്ങളൊക്കെ ഹരി ഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്ത് ആനന്ദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പ്രഭുപാദരിയുടെ അതിന്റെ പർപ്പട്ടിൽ പറയുന്നു. അപ്പോ പ്രഭുപാദരിയുടെ പറയുന്നു, പ്രാധാന്യം വേഷത്തിലല്ല പ്രാധാന്യം, നമ്മള് ഭഗവാന്റെ തിരുനാമം എല്ലായിടത്തും പ്രചരിപ്പിക്കുക, ഭഗവാന്റെ സന്ദേശങ്ങൾ അല്ലെ. യാരിതക്കോ താരക്കഹോ കൃഷ്ണ ഉപദേശം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. നിങ്ങൾ ആരെ കാണുന്നോ അവരോടൊക്കെ കൃഷ്ണന്റെ ഉപദേശങ്ങൾ പറയാൻ അല്ലെ. കൃഷ്ണന്റെ ഉപദേശം എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത അല്ലെ. ആ ഭഗവത്ഗീത നമ്മൾക്ക് എല്ലായിടത്തും പ്രചരിപ്പിക്കും അല്ലെ. അതിലെല്ലാം ഉണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനാണ് പ്രാധാന്യം ചെയ്യേണ്ടത്. ഭഗവാനെ സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാതെ വസ്ത്രത്തിലല്ല, വസ്ത്രം മാറുന്നതിലല്ല അതിന്റെ പ്രാധാന്യം എന്ന് പ്രഭുപാദരെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേദ ചന്ദ്രായ രാധികായ കൃഷ്ണായ കൃഷ്ണ ശ്രീ പ്രഭുപാദ് की जय, चंद्राय श्रीमद् भागवतम की जय. हरे कृष्ण.